അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബിൽഡിങ്ങിൻ്റെ കമ്പോണൻസ് പാർട്സാണ് നമ്മൾ എടുത്തത് അല്ലേ. കമ്പോണൻസ് ബിൽഡിങ്ങിൻ്റെ പാർട്സുകളാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യം പഠിച്ചത് ടൈപ്സ് ഓഫ് ബിൽഡിംഗ് ആണ്. പലതരത്തിലുള്ള ബിൽഡിങ്ങുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം പഠിച്ചത്. ഒരു 9 ബിൽഡിങ്ങുകളെ കുറിച്ച് അല്ലേ. റെസിഡൻഷ്യൽ ബിൽഡിങ് മുതൽ ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് ഒക്കെ ഉൾപ്പെടെ ഒരു 9 ബിൽഡിങ്ങുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ടൈപ്സ് ഓഫ് ബിൽഡിങ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ബിൽഡിങ്ങിൻ്റെ പാർട്സുകൾ, കമ്പോണൻസുകൾ പഠിച്ചു അല്ലേ. അതായത് എവിടെ മുതൽ? ഫൗണ്ടേഷൻ മുതൽ, അതായത് എക്സ്കവേഷൻ നടത്തി നമ്മുടെ PCC മുതൽ പാരപ്പറ്റ് വരെ വരുന്ന ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ, ഓരോ പാർട്ടുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അവിടെയാണ് അങ്ങനെ നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ കഴിഞ്ഞ ക്ലാസ്. പിന്നെ നമ്മൾ ലോഡ്, അതിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞു നിർത്തിയതാണ് ലോഡ്. 3 ടൈപ്സ് ഓഫ് ലോഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ലീവ് ലോഡ്, ലൈവ് ലോഡ്, വിൻഡ് ലോഡ് അല്ലേ. ഡെഡ് ലോഡ്, ലൈവ് ലോഡ്, വിൻഡ് ലോഡ്. ഇങ്ങനെ 3 ടൈപ്പ് ലോഡുകളുണ്ട് എന്ന് പറഞ്ഞു. ഇതാണ് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഓർമ്മ കാണും അല്ലെങ്കിൽ ഓർമ്മയുണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു കമ്പോണൻസ് പാർട്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് ചാപ്റ്ററാണ് ഫൗണ്ടേഷൻ. അപ്പോൾ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങളിതൊക്കെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. എങ്കിൽ പോലും നമുക്ക് തിയറിക്കലി എന്താണ് ഫൗണ്ടേഷനെ കുറിച്ച് പറയുന്നതെന്ന് നോക്കാം. ഞാൻ ഫൗണ്ടേഷൻ എന്താണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ ഈ പാർട്സ് പറഞ്ഞ സമയത്ത് നിങ്ങളോട് പറഞ്ഞിരുന്നു ബിൽഡിങ്ങിന് 2 പാർട്സുകളാണ് ഉള്ളത്. മെയിനായിട്ട് പ്രധാനമായും ബിൽഡിങ്ങിനെ നമ്മൾ 2 ഭാഗങ്ങളാക്കിയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിലൊന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഫൗണ്ടേഷനും രണ്ടാമത്തേത് സൂപ്പർ സ്ട്രക്ചറുമാണ്. ഫൗണ്ടേഷന് മറ്റൊരു പേര് കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? സബ്സ്ട്രക്ചർ. അപ്പോൾ ഈ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ സബ്സ്ട്രക്ചറും സൂപ്പർ സ്ട്രക്ചറും ചേർന്നതാണ് ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ സബ്സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിന് അടിയിൽ വരുന്ന ഭാഗത്തിന് നമ്മൾ എന്ത് പറയും? ഫൗണ്ടേഷൻ എന്ന് അല്ലെങ്കിൽ സബ്സ്ട്രക്ചർ എന്ന് പറയും. ഗ്രൗണ്ട് ലെവലിന് മുകളിൽ വരുന്ന ഭാഗത്തിന് നമ്മൾ എന്ത് പറയും? സൂപ്പർ സ്ട്രക്ചർ. ആ വരുന്ന ബേസ്മെൻറ്റ് മുതൽ, അതായത് പ്ലിന്ത് മുതൽ വരുന്ന എല്ലാ ഭാഗങ്ങളെയും, പാരപ്പറ്റ് വരെ വരുന്ന എല്ലാ പാർട്ടുകളെയും നമ്മൾ എന്തെന്ന് പറയും? സൂപ്പർ സ്ട്രക്ചർ എന്നാണ് പറയുക. അപ്പോൾ പ്രധാനമായിട്ടും 2ആയിട്ട് തിരഞ്ഞെടുക്കുന്നത്. അതിൽ നമ്മളിപ്പോൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഫൗണ്ടേഷനെ കുറിച്ചിട്ടാണ്. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അടിത്തറ, അസ്ഥിവാരം എന്നൊക്കെ പറയും അല്ലേ. എന്താണ് നമുക്കിനി ഫൗണ്ടേഷനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഒരു കെട്ടിടത്തിന് താഴെ പറയുന്ന 2 ഭാഗങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഒന്നാമത്തേത് സൂപ്പർ സ്ട്രക്ചർ, രണ്ടാമത്തേത് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ സബ്സ്ട്രക്ചർ. ഇത് അറിഞ്ഞിരിക്കണം. ഇത് 1 വേർഡായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി മണ്ണിൻ്റെ നിരപ്പിന് മുകളിലുള്ള നാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കെട്ടിട ഭാഗമാണ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫൗണ്ടേഷൻ അല്ലെങ്കിൽ സബ്സ്ട്രക്ചർ മണ്ണിൻ്റെ നിരപ്പിന് അടിയിലുള്ള ഭാഗമാണ്. നേരത്തെ പറഞ്ഞു. ഗ്രൗണ്ട് ലെവലിന് താഴെ വരുന്നത് ഫൗണ്ടേഷനും ഗ്രൗണ്ട് ലെവലിന് മുകളിൽ വരുന്നത് എന്താണ്? സൂപ്പർ സ്ട്രക്ചറും ആണ്. ഇനി കെട്ടിടത്തിൻ്റെ മുഴുവൻ ഭാരവും താങ്ങുന്ന നിലവുമായി അതിനെ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ഫൗണ്ടേഷൻ. എന്നല്ലേ പറഞ്ഞിരുന്നു. അതായത് നമ്മുടെ ഒരു ബിൽഡിങ്ങിൻ്റെ ഫുള്ള് ലോഡ്, ആ ഫുള്ള് ലോഡ് എവിടേക്കാണ് പോണേ? നേരെ താഴേക്ക് അല്ലേ, നമ്മുടെ ഫൗണ്ടേഷനിലേക്കാണ് പോണത്. ആ ഫൗണ്ടേഷൻ ഉറപ്പില്ലെങ്കിൽ ആ ബിൽഡിങ്ങിന് എന്തില്ല? ഡ്യൂറബിലിറ്റി ഇല്ല, അതിന് നിലനിൽപ്പ് കുറവാണ്. അപ്പോൾ കെട്ടിടത്തിൻ്റെ മുഴുവൻ ഭാരവും താങ്ങുന്ന നിലവുമായി അതിനെ ബന്ധിപ്പിക്കുന്ന ഭാഗം, അതായത് നമ്മുടെ വീടിൻ്റെ മൊത്തം ലോഡ് എവിടേക്കാണ്? നമ്മൾ പണിയുന്ന ആ ഏരിയ. ഇന്നലെ ഞാൻ ബിയറിംഗ് കപ്പാസിറ്റി പറഞ്ഞ ഒരു യൂണിറ്റ് ഏരിയ, എത്ര ഏരിയയിലാണോ നമ്മളത് പണിയുന്നത്, ആ പണിയുന്ന ആ മണ്ണിനടിയിലേക്കാണ് ഈ ലോഡ് മൊത്തം ഇറങ്ങി പോകുന്നത്. അപ്പോൾ ആ മണ്ണുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആ ഒരു കണക്ഷനാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇനി അതാണ് ഈ നിലവുമായി അതിനെ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഫൗണ്ടേഷന് തൊട്ട് അടിയിൽ കിടക്കുന്ന മണ്ണിനെ സബ്സോയിൽ അഥവാ ഫൗണ്ടേഷൻ സോയിൽ എന്ന് നമ്മൾ പറയും.
അപ്പോൾ സബ് സോയിൽ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ സോയിൽ എന്ന് പറയുന്നത് നമ്മൾ ഫൗണ്ടേഷൻ്റെ അടിയിൽ അതിൻ്റെ എർത്ത് വർക്ക് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിലുള്ള മണ്ണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സബ് സോയിൽ അഥവാ ഫൗണ്ടേഷൻ സോയിൽ എന്ന് നമ്മൾ പറയുന്നത്. സബ് സോയിലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഫൗണ്ടേഷൻ്റെ അടിഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. എന്താണ് പറഞ്ഞത്? സബ് സോയിലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഫൗണ്ടേഷൻ്റെ അടിഭാഗത്തെയാണ് നമ്മൾ ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ നടത്തും. അതായത് മണ്ണ് കുഴിക്കില്ലേ നമ്മൾ, ഫൗണ്ടേഷന് വേണ്ടിയിട്ട് നമ്മൾ മണ്ണ് കുഴിക്കുമ്പോൾ ആ കുഴിച്ച ആ ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയയിൽ നമ്മൾ എന്ത് കൊടുക്കും, നമ്മുടെ മേസണറി വർക്കുകൾ, അതായത് മറ്റേ മേസണറി കൊടുക്കും. നമ്മൾ റബ്ബറിട്ടിട്ട് കല്ലിട്ടിട്ട് നമ്മൾ കെട്ടിപ്പൊക്കിയിട്ട് ഗ്രൗണ്ട് ലെവലിന് മുകളിലേക്ക് കൊണ്ടുവരില്ല ചെയ്യണത്. അപ്പം നമ്മൾ ചിലപ്പോൾ ഓഫ്സെറ്റ് കൊടുത്തിട്ട് ചെയ്യും, അല്ലെങ്കിൽ ഫൂട്ടിങ് കൊടുത്തിട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഫൂട്ടിങ് എന്താ പറയുക, നമ്മുടെ സബ്സോയിലിനെ നമ്മുടെ സബ്സോയിലും എന്താ പറഞ്ഞാൽ സബ്സോയിലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഫൗണ്ടേഷൻ്റെ അടിഭാഗത്തെ ഫൂട്ടിങ്ങിനാണ്. അത് ഫൗണ്ടേഷൻ്റെ ഏറ്റവും അടിയിലുള്ള ഫൗണ്ടേഷൻ്റെ അടിഭാഗത്തെ ഏറ്റവും അടിയിലുള്ള ഭാഗത്തെ നമ്മളെന്ന് പറയുന്നത് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഫൗണ്ടേഷൻ അതായത് ഗ്രൗണ്ട് ലെവലിന് അടിയിൽ വരുന്ന ഭാഗം അതെന്താണ്, ഫൂട്ടിംഗ് എന്നാണ് നമ്മൾ പറയുക. അത് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ കുറച്ചും കൂടെ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഫൂട്ടിംഗ് എന്ന് നമ്മൾ പറയും. അപ്പോൾ എന്താണ് പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. ബിൽഡിങ്ങിനെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ്? സൂപ്പർ സ്ട്രക്ചറും അതുപോലെ തന്നെ ഫൗണ്ടേഷനും. ഫൗണ്ടേഷൻ്റെ മറ്റൊരു പേരാണ് സബ് സ്ട്രക്ചർ. പിന്നെ ഇതിൻ്റെ അടിയിലുള്ള ഭാഗത്തിന് ഫൗണ്ടേഷൻ എന്നും മുകളിലുള്ള ഭാഗത്തിന് സൂപ്പർ. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. ഇനി അടുത്ത എന്താണ്? ഫങ്ഷൻസ് ഓഫ് ഫൗണ്ടേഷൻ എന്നാണ് പറയുന്നത്. ഈ ഫങ്ഷൻസ് ഓഫ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ്റെ ഫങ്ഷൻ എന്താണ്, ധർമ്മം എന്താണ്, എന്താണ് ഈ ഫൗണ്ടേഷൻ്റെ പണി, എന്തിനാണ് നമ്മൾ ഫൗണ്ടേഷൻ കിട്ടുന്നത്, അതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഫൗണ്ടേഷൻ്റെ ധർമ്മങ്ങൾ താഴെ പറയുന്നതാണ്. എന്താണ് അതിൻ്റെ ഫങ്ഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. മുകളിലെ ഭാരം താഴെയുള്ള മണ്ണിന് താങ്ങാവുന്ന തരത്തിൽ വിസ്തീർണം ഏറിയ ഭാഗത്തേക്ക് വ്യാപിപ്പിക്കുക എന്നതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഇപ്രകാരം വിസ്തീർണം കൂട്ടുമ്പോൾ ലോഡിൻ്റെ ഇൻറ്റൻസിറ്റി മണ്ണിൻ്റെ സേഫ് ബിയറിംഗ് കപ്പാസിറ്റിയേക്കാൾ വർദ്ധിക്കുന്നില്ല. ആകെ ലോഡിനെ ആകെ വിസ്തീർണം കൊണ്ട് ഹരിച്ച് കിട്ടുന്നതാണ് ലോഡിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താണ് ഒന്നാമത്തെ പരിപാടി, എന്താണ് പറയുന്നത്, ഒരു ഫൗണ്ടേഷൻ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കണതെന്നുള്ളതിൻ്റെ ആ ഫൗണ്ടേഷൻ്റെ ധർമ്മം ആണ് പറയുന്നത്. ആ ഫൗണ്ടേഷൻ ചെയ്യുന്ന ജോലി, എന്ത് ജോലിയാണ് അത് ചെയ്യണമെന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ ധർമ്മം എന്താണെന്നുള്ളതാണ് പറയുന്നത്. മുകളിലെ ഭാരം, അത് നേരത്തെ നമ്മൾ പറഞ്ഞു, താഴെയുള്ള മണ്ണിന് താങ്ങാവുന്ന തരത്തിൽ വിസ്തീർണം ഏറിയ ഭാഗത്തേക്ക് നമ്മൾ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്. അത് താഴേക്ക് നമ്മൾ അതിനെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഇപ്രകാരം വിസ്തീർണം കൂട്ടുമ്പോൾ ലോഡിൻ്റെ ഇൻറ്റൻസിറ്റി, ആ ലോഡിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് മണ്ണിൻ്റെ സേഫ് ബിയറിംഗ് കപ്പാസിറ്റിയേക്കാൾ വർദ്ധിക്കുന്നില്ല. ഈ ബെയറിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്താണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. നമുക്ക് എന്താ പറഞ്ഞിരുന്നത്, ഒരു യൂണിറ്റ് ഏരിയയിൽ ആ മണ്ണിനെ താങ്ങാൻ കഴിയുന്ന അല്ലേ അതിൻ്റെ മാക്സിമം ലോഡ്, ഒരു മണ്ണിനെ ആ യൂണിറ്റ് ഏരിയയിൽ, ഇപ്പോൾ 1 മീറ്റർ നീളം 1 മീറ്റർ വീതി എന്ന് പറയുന്ന അത്രയും ഏരിയയിൽ ആ മണ്ണിനെ താങ്ങാൻ കഴിയുന്ന മാക്സിമം ലോഡ്, ആ ലോഡിനെ ആ മാക്സിമം ലോഡിനെ താങ്ങാൻ കഴിയുന്ന ആ മണ്ണിൻ്റെ എബിലിറ്റിയാണ്, അല്ലെങ്കിൽ ആ മണ്ണിൻ്റെ കഴിവിനെയാണ് നമ്മളെന്ന് പറയുന്നത് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബിയറിംഗ് അല്ലെങ്കിൽ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഈ സേഫ് ബിയറിംഗ് കപ്പാസിറ്റിയേക്കാൾ വർദ്ധിക്കുന്നില്ല. അതായത് മണ്ണിൻ്റെ ഇൻറ്റൻസിറ്റി, അതായത് നമ്മൾ ഈ ലോഡിനെ താഴേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്, കാരണം വെച്ച് കഴിഞ്ഞാൽ ആ സേഫ് ബിയർ ഇത്ര ഏരിയയിലാണ് നമ്മൾ ആ ലോഡ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും ഒരു 10 സെൻറ്റ് സ്ഥലം, അതിൻ്റെ അകത്ത് ആ മണ്ണിന് ഇത്ര ലോഡേ താങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അവിടെ ബിൽഡിങ് നമ്മൾ പണിയുന്നത്. അപ്പോൾ അതൊരിക്കലും അതിനെന്ത് സംഭവിക്കുന്നില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഇനി
ആകെ ഇനി എങ്ങനെയാണ് ഇൻറ്റൻസിറ്റി കണക്കാക്കുന്നതെന്നാണ് പറയുന്നത്. ആകെ ലോഡിനെ ആകെ വിസ്തീർണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് ലോഡിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. നമുക്ക് പ്രോബ്ലം ഒന്നും നമുക്ക് ചെയ്യാനില്ല, ജസ്റ്റ് ഇത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക മാത്രം. ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, ഇത് മറിയുകയോ അല്ലെങ്കിൽ ചെരിയുകയോ ചെയ്യാത്ത തരത്തിൽ കെട്ടിടത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ആരാണ്? ഫൗണ്ടേഷനാണ് അല്ലേ. അതായത് ഒരു ബിൽഡിങ് ചെരിയോ അല്ലെങ്കിൽ അത് മറിഞ്ഞു വീഴുകയോ ചെയ്യാത്ത തരത്തിൽ കെട്ടിടത്തിനെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ആരാണ്? ഫൗണ്ടേഷനാണ്. മഴ, കാറ്റ്, ഭൂകമ്പം തുടങ്ങിയവ കാരണം കെട്ടിടം വശങ്ങളിലേക്ക് ചെരിഞ്ഞു പോകുന്നത് ഒഴിവാക്കുന്നതും ആരാണ്? നമ്മുടെ ഈ ഫൗണ്ടേഷനാണ്. കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗം നിർമ്മിക്കുന്നതിനുള്ള മേസണറി ജോലിക്കും കോൺക്രീറ്റ് ജോലിക്കുമായിട്ട് ഉറപ്പും നിരപ്പുമുള്ള ഒരു പ്രതലം ഉണ്ടാക്കുന്നു അല്ലേ. കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗം നിർമ്മിക്കുന്നതിനുള്ള മേസണറി ജോലിക്കും കോൺക്രീറ്റ് ജോലിക്കുമൊക്കെ ആയിട്ട് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിരപ്പുള്ള ഒരു പ്രതലം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. അതുകൊണ്ട് പിന്നെന്താ പറയുന്നത്, സൂപ്പർ സ്ട്രക്ചറിലെ ലോഡുകൾ വ്യത്യസ്തത ഉണ്ടാകുമ്പോൾ അത് സബ്സോയിലിലേക്ക് സമമാക്കി കൊണ്ടുവരാനായിട്ട് ഫൗണ്ടേഷൻ കൊണ്ട് സാധ്യമാകുന്നു അല്ലേ. നമ്മുടെ മുകളിലേക്ക് പോകും തോറും ലോഡുകൾ വ്യത്യസ്തമായിട്ടുള്ള ലോഡുകൾ വരും അല്ലേ. എല്ലാം കൂടി ഈ ലോഡിനെ എല്ലാ സൈഡിലേക്കും ചിലപ്പോൾ ഈക്വലായിട്ടാവില്ല വരുന്നുണ്ടാവുക. പക്ഷേ ആ ലോഡിനെ ഈക്വലായിട്ട് താഴേക്ക് സബ്സോയിലിലേക്ക് കൊടുക്കുന്നത് ആരാന്നാണ് പറയണത്? ഫൗണ്ടേഷൻ ആണെന്നാണ് പറയുന്നത്. തുല്യമല്ലാത്ത ലോഡുകൾ താങ്ങുന്ന രണ്ട് സ്തൂപങ്ങൾ ചേർത്ത് ഫൂട്ടിങ് ചെയ്താൽ അത് സബ്സോയിലിൽ ലോഡ് മൂലം ഉണ്ടാകുന്ന മർദ്ദം സമമാക്കുന്നതാണ്. അതായത് തുല്യമല്ലാത്ത ലോഡുകൾ താങ്ങുന്ന രണ്ട് സ്തൂപങ്ങൾ ചേർത്ത് ഫൂട്ടിങ് ചെയ്താൽ അത് സബ്സോയിലിൽ ലോഡ് മൂലം ഉണ്ടാകുന്ന മർദ്ദം സമമാക്കുന്നു. ഈ ഫൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ മേസണറി ആവാം, അതല്ലാതെ തന്നെ നമുക്ക് കോളം ഫൂട്ടിങ് കൊടുക്കാം. ഫൂട്ടിങ് രണ്ട് രീതിയിൽ വരുന്നുണ്ട്, സ്പ്രെഡ് ഫൂട്ടിങ്ങും ഉണ്ട്, കോളം ഫൂട്ടിങ്ങും ഉണ്ട്. അപ്പോൾ കോളമായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുത്ത് ചെയ്യാം. അതല്ല നമ്മൾ സാധാരണ മേസണറി, അതായത് റാഡർ റബിൾ മേസണറി ചെയ്യുന്ന പോലെ നമുക്കതിനെ ഓഫ്സെറ്റ് എടുത്ത് ഫൂട്ടിംഗ് ആയിട്ട് കെട്ടിക്കൊണ്ടുവരണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനത് പിക്ചറൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് പറയുമ്പോൾ ചെയ്യുന്നവർക്ക് അത് മനസ്സിലാവുന്നുണ്ടാവും, അല്ലാത്തവർക്ക് ഇപ്പോൾ എന്താണാവുമോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അത് ഞാൻ ഫിഗർ അടക്കം നമുക്കതിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇനി എന്താ പറയണത്, പ്രളയം മൂലമോ മറ്റു ജന്തുക്കൾ തുരന്ന് കെട്ടിടത്തിനടിയിൽ തുരങ്കമുണ്ടാകുന്നത് ഒഴിവാക്കുന്നു അല്ലേ. ഫൗണ്ടേഷൻ നല്ല ഉറപ്പുള്ള ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവായി കിട്ടും. പിന്നെ എന്താ പറയുന്നത്, ചില പ്രദേശങ്ങളിൽ സബ്സോയിലിൽ ഉണ്ടാകുന്ന സങ്കോചവും വികാസവും കാരണം കെട്ടിടങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാവാൻ സാധ്യതയാകും. പ്രത്യേക തരത്തിലുള്ള ഫൗണ്ടേഷൻ നിർമ്മിച്ച് ഇത് കുറയ്ക്കാനോ തടയാനോ സാധ്യമാകും എന്നാണ് പറയുന്നത്. അതായത് ചില സ്ഥലങ്ങളിൽ സബ്സോയിലിൽ ഉണ്ടാകുന്ന അതിൻ്റെ ഒരു ചുരുക്കം അല്ലെങ്കിൽ അതിൻ്റെ വികാസം എന്നാണ് പറയുന്നത്. ഇത് കാരണങ്ങൾ കൊണ്ട് കെട്ടിടങ്ങളിൽ എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്? വിള്ളലുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേക തരത്തിലുള്ള ഫൗണ്ടേഷൻ നിർമ്മിച്ച് നമ്മളിത് കുറയ്ക്കുവാനോ തടയുവാനോ സാധ്യമാകും എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇപ്പോൾ ഈ കളിമണ്ണ്, ക്ലേ ഉള്ള പ്രദേശങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, പാടങ്ങളൊക്കെ നിരത്തി നമ്മളിവിടെയൊക്കെ എപ്പോഴും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങൾ, ബ്ലാക്ക് കോട്ടൺ സോയിലൊക്കെ ഉള്ള സ്ഥലങ്ങൾ, അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് അറിയാം ഫൗണ്ടേഷൻ ഉണ്ടാകുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് സാധാരണ നോർമലി ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ വേറെ പ്രത്യേക തരത്തിലുള്ള ഫൗണ്ടേഷൻസൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് നമ്മൾ ഫൗണ്ടേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ പറയാം. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നോർമൽ ഫൗണ്ടേഷൻ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അതല്ലാത്ത രീതിയിലുള്ള ഫൗണ്ടേഷൻസ് കൊടുത്തിട്ട് വേണം നമ്മളതിനെ ഉറപ്പുള്ളതാക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഫൗണ്ടേഷൻ്റെ ഫങ്ഷൻസുകളാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. ഫങ്ഷൻസ് ഓഫ് ഫൗണ്ടേഷൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫങ്ഷൻസ് ഓഫ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഒന്നാമത്തെ പറഞ്ഞത് എന്തായിരുന്നു, മണ്ണിനെ മുകളിൽ വരുന്ന എല്ലാ ഭാരവും, അതായത് സൂപ്പർ സ്ട്രക്ചറിൽ വരുന്ന ഈ ഒരു ബിൽഡിങ്ങിൻ്റെ എല്ലാ ഭാരവും നമ്മൾ ഗ്രൗണ്ടിനടിയിലേക്ക് എന്ത് ചെയ്യുന്നു, വ്യാപിപ്പിക്കുന്നത് ആരാണ്? ഈ ഫൗണ്ടേഷനാണ്. ഇനി ഇപ്രകാരം വിസ്തീർണം കൂടുമ്പോൾ ലോഡിൻ്റെ ഇൻറ്റൻസിറ്റി മണ്ണിൻ്റെ സേഫ് ബെയറിംഗ് കപ്പാസിറ്റിയേക്കാൾ വർദ്ധിക്കുന്നില്ല. കാരണം ഓൾറെഡി ആ ഇൻറ്റൻസിറ്റി നമ്മൾ കണക്കാക്കിയിട്ടാണ്, അതായത് ആ ബെയറിംഗ് കപ്പാസിറ്റി കണക്കാക്കിയിട്ടാണ് നമ്മൾ അവിടെ ആ ബിൽഡിങ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും അതെന്താവില്ല, അതിൻ്റെ ആ ഒരു മാക്സിമം ലോഡിനേക്കാളും കൂടുതലായിട്ടത് വരില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. ആകെ ലോഡിനെ
ആകെ വിസ്തീർണം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആ ലോഡിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും. പിന്നെ ഇതെന്താ, ഇത് ചെരിയുകയോ മറിയുകയോ ചെയ്യാതിരിക്കാൻ നമ്മൾ ഫൗണ്ടേഷൻ നല്ല ഉറപ്പുള്ളതാണെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കുറയും. പിന്നെ മഴ, കാറ്റ്, ഭൂകമ്പമൊക്കെ ഉണ്ടാണെങ്കിൽ ആവശ്യത്തിനുള്ള സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. പിന്നെന്താണ്, കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗം നിർമ്മിക്കുന്നതിനുള്ള മേസണറി ജോലികൾക്കായിട്ട് നമുക്കൊരു ഉറപ്പുള്ള നല്ല സമമായ പ്രതലം നമുക്ക് ലഭിക്കുന്നു. പിന്നെന്താണ്, സൂപ്പർ സ്ട്രക്ചറൽ ലോഡുകൾ വ്യത്യസ്തമായിട്ടുള്ള ലോഡുകളായിരിക്കും താഴേക്ക് ഇറങ്ങി വരുന്നത്. അതിനെ ഈക്വലി സമമാക്കിയിട്ടാണ് നമ്മൾ സബ്സോയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നെ എന്ത് പറഞ്ഞു, പ്രളയം മൂലമോ മറ്റു ജന്തുക്കൾ മൂലമോ ഒക്കെ കെട്ടിടങ്ങൾ ഇങ്ങനെ തുറന്ന്, ഇപ്പോൾ ഈ എന്താ പറയുക, തുരപ്പൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ, തുറന്ന് പോകുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവരൊക്കെ ഇടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ നല്ല ഉറപ്പുള്ളതാണെങ്കിൽ അത്തരം സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെന്താണ്, സബ്സോയിലിൽ ഉണ്ടാകുന്ന വ്യത്യാസം, ആ സോയിലിൻ്റെ ആ ഒരു ഘടനയിലുണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് എന്തുണ്ടാവാം, നമ്മുടെ ബിൽഡിങ്ങിനെ, അതായത് നമ്മുടെ കെട്ടിടങ്ങൾക്ക് വിള്ളലുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ അതിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഫൗണ്ടേഷൻസ് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഇതാണ് ഫൗണ്ടേഷൻ്റെ ഫങ്ഷൻസ്. ഒരു 7 പോയിൻ്റ് വരുന്നുണ്ട്. ഒരു 5 എണ്ണമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം എന്തൊക്കെയാണെന്നുള്ളത്. നമുക്കറിയാം ഒരു ഫൗണ്ടേഷൻ എന്തിനൊക്കെയാണ് കൊടുക്കണമെന്നുള്ളത് അല്ലേ. അതിന് നമ്മൾ കുറച്ച് തിയറിക്കലായിട്ട് കുറച്ച് അത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പറയണമെന്നേ ഉള്ളൂ. അത് അങ്ങനെ എടുക്കുക. ഇനി ഫൗണ്ടേഷൻ ദുർബലമാകാനുള്ള കാരണങ്ങൾ. ഇപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ്റെ ഫങ്ഷൻസ് ആണ് പറഞ്ഞത്. എന്താണ് ആ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫെയിലിയർ ഓഫ് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ്റെ ഫെയിലിയർ, അത് ദുർബലമായി പോവാൻ എന്തൊക്കെ കാരണങ്ങളാണ് ഉള്ളതെന്നാണ് നമ്മളിപ്പോൾ പറയാനായിട്ട് പോകുന്നത്. അതിലൊന്നാമത്തെ റീസൺ പറയുന്നതാണ് സബ്സോയിൽ ഒരേ മട്ടിൽ അല്ലാതെ വരികയാണെങ്കിൽ കെട്ടിട ഘടകങ്ങളിൽ വിള്ളലുകൾ ഉണ്ടായേക്കാം. ഇത് പരിഹരിക്കുന്നതായി ഫൗണ്ടേഷൻ പാറയിലോ മറ്റു ബലമുള്ള ഭാഗങ്ങളിലോ താങ്ങി നിർത്തുകയോ ശരിയായ ഫൂട്ടിംഗ് ബേസ് നിർമ്മിക്കുകയോ ചെയ്യേണ്ടതാണ്. സബ്സോയിലെ നമ്മൾ സബ്സോയിൽ എന്താണെന്ന് പറഞ്ഞു, നമ്മുടെ എർത്ത് വർക്കിൻ്റെ അടിഭാഗമാണ് നമ്മുടെ സബ്സോയിൽ എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ കുഴിച്ച് ഈ ഫൗണ്ടേഷന് വേണ്ടി കുഴിയെടുത്തിട്ട് ഉള്ള ആ കുഴിയുടെ അടിഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സബ്സോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സബ്സോയിലിൻ്റെ ഇത് ഘടന ഒരേപോലെ അല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കാം, ഇതിന് കെട്ടിടത്തിന് വിള്ളലുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബലമുള്ള ഹാർഡ് സ്ട്രാറ്റ കിട്ടുന്നത് വരെ നമ്മളതിനെ കുഴിക്കും അല്ലേ. മാക്സിമം നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു ഹാർഡ് സ്ട്രാറ്റ വരുന്നത് വരെ നമ്മൾ എക്സ്കവേഷൻ നടത്തും. എന്നിട്ട് അങ്ങനെ നമുക്കത് ചെയ്യാം. അല്ലെങ്കിൽ ശരിയായ ഫൂട്ടിങ്ങുകൾ, ഇപ്പോൾ അവിടെ കോളം ഫൂട്ടിങ് പോലെയുള്ള കോൺക്രീറ്റ് ഫൂട്ടിങ്, കോളം ഫൂട്ടിങ്ങുകൾ പോലെയുള്ള ഫൂട്ടിങ്ങുകൾ, വേറെ ഫൂട്ടിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ, നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അനുയോജ്യമായിട്ടുള്ള ഫൂട്ടിങ്ങുകൾ നമുക്ക് ഓരോ മണ്ണിൻ്റെ ഘടനയ്ക്ക് അനുസരിച്ചിട്ടുള്ള അനുയോജ്യമായ ഫൂട്ടിങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഫൂട്ടിങ്ങുകളൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ അപ്പോൾ ഒന്നാമത്തെ റീസൺ എന്തായിരുന്നു, സബ്സോയിൽ ഒരേ ഘടനയിലല്ലേ, സബ്സോയിലിന് ഒരേ ഘടനയല്ലെങ്കിൽ നമുക്ക് ഫൗണ്ടേഷനിൽ ഫെയിലിയർ ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, സബ്സോയിലിൽ ഈർപ്പത്തിൻ്റെ അളവ് വ്യത്യാസപ്പെടുന്നത് ഫൂട്ടിംഗ് തകരാറാക്കാൻ ഇടയാക്കും എന്നാണ് പറയുന്നത്. എന്താണ്, സബ്സോയിലിൽ ഈർപ്പത്തിൻ്റെ അളവ് വ്യത്യാസപ്പെടുന്നത് ഫൂട്ടിംഗ് തകരാറാക്കാൻ ഇടയാക്കും. മണ്ണിലെ ഈർപ്പം കുറയുമ്പോൾ അത് ചുരുങ്ങി തൽഫലമായി ഫൂട്ടിങ്ങിനും കെട്ടിടത്തിനും വിള്ളലുകൾ ഉണ്ടാക്കും. ഈർപ്പം മുകളിലോട്ട് നീങ്ങുന്നത് മൂലം ചില മണ്ണ് വികസിക്കാനിടയാകാറുണ്ട്. ഫൗണ്ടേഷന് ഈ മർദ്ദത്തെ പ്രതിരോധിക്കാൻ കഴിയാതെ വന്നാൽ വിള്ളലുകൾ ഉണ്ടായേക്കാം. രണ്ട് രീതിയിലും നമുക്ക് എന്തുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അതായത് ഫുള്ള് ഡ്രൈ ആയാലും പ്രശ്നമാണ്, എന്നാൽ അതിൻ്റെ അകത്ത് വെള്ളം കയറിയാലും
പ്രശ്നമാണ് അല്ലേ. ഫുള്ള് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ എന്താ പറഞ്ഞത്, അത് ചുരുങ്ങാനുള്ള സാധ്യത. അപ്പോൾ അതുവഴി നമ്മുടെ ഫൗണ്ടേഷന് എന്ത് സംഭവിക്കാം, ഫെയിലിയർ സംഭവിക്കാം എന്ന് പറയുന്നത്. ഇനി അതല്ല, വെള്ളം ഉണ്ടെങ്കിൽ എന്താണ്, ഈ ഈർപ്പം മുകളിലോട്ട് നീങ്ങുന്നത് മൂലം മണ്ണ് എന്ത് ചെയ്യും, മണ്ണ് വെള്ളം വലിച്ചെടുക്കുമ്പോൾ അത് വികസിക്കാനായിട്ടുള്ള ഇടയുണ്ടാവാറുണ്ട്. അങ്ങനെ ഫൗണ്ടേഷന് ഈ മർദ്ദത്തെ പ്രതിരോധിക്കാൻ കഴിയാതെ വന്നാൽ അവിടെയും നമുക്ക് എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്, വിള്ളലുകൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ രണ്ട് രീതിയിലും നമ്മൾക്ക് ഫെയിലിയർ വരാനുള്ള സാധ്യതകളുണ്ട്. ഫുള്ള് ഡ്രൈ ആയാലും ആ വെള്ളത്തിന് മുകളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ആ മണ്ണിൻ്റെ ഘടനയ്ക്ക് വലിപ്പം വരുന്നതിനനുസരിച്ചിട്ട് അത് താങ്ങാനുള്ള ശേഷി എന്തിനുണ്ടായിരിക്കണം, നമ്മുടെ ഫൗണ്ടേഷന് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അത് ഫെയിലിയർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നത്തെ പോയിന്റ് എന്താ പറയുക, മൂന്നാമത്തെ പോയിന്റ്, ഫൗണ്ടേഷൻ നിർമ്മാണ ഘട്ടത്തിൽ മേസണറി സെറ്റിങ്ങിന് വേണ്ടത്ര സമയം ലഭ്യമാകാത്തത് അത് ദുർബലമാക്കാൻ ഇടയാക്കുന്നു. ഫൗണ്ടേഷൻ നിർമ്മാണ ഘട്ടത്തിൽ മേസണറി സെറ്റിങ്ങിന് വേണ്ടത്ര സമയം ലഭ്യമാകാത്തത് അത് ദുർബലമാക്കാൻ ഇടയാകും എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഫൗണ്ടേഷൻ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ മേസണറി വർക്ക് ചെയ്യുമല്ലോ, അതൊന്ന് സെറ്റാവാനുള്ള സമയം നമ്മളത് കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അത് ഫെയിലിയർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. കെട്ടിടത്തോട് ചേർന്ന മണ്ണിൻ്റെ ഏതെങ്കിലും വശങ്ങളിലേക്കുള്ള നീക്കം ഫൗണ്ടേഷന് തകരാറുണ്ടാക്കും. ഇനി കെട്ടിടത്തോട് ചേർന്ന് കിടക്കുന്ന മണ്ണിൻ്റെ ഏതെങ്കിലും വശങ്ങളിലേക്ക് നീക്കം വരികയാണെങ്കിൽ, ഏതെങ്കിലും വശങ്ങളിലേക്ക് നീങ്ങി പോവുകയാണെങ്കിൽ ഫൗണ്ടേഷൻ എന്തുണ്ടാവും, ഫെയിലിയർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കെട്ടിടത്തിന് സമീപമുള്ള വൃക്ഷങ്ങളുടെ വേരുകൾ ഫൗണ്ടേഷനടുത്തുള്ള ഈർപ്പം വലിച്ചെടുക്കുന്നത് മൂലം കെട്ടിടത്തിന് വിള്ളൽ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. കെട്ടിടത്തിന് സമീപത്തുള്ള വൃക്ഷങ്ങളുടെ വേരുകൾ ഫൗണ്ടേഷനടുത്തുള്ള ഈർപ്പം വലിച്ചെടുക്കുന്നത് മൂലം കെട്ടിടത്തിന് എന്ത് സംഭവിക്കും, വിള്ളലുകൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മഴവെള്ളവും സൂര്യതാപവും ഫൗണ്ടേഷൻ തകരാറ് ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. അതായത് മഴവെള്ളം തകരാറുണ്ടാക്കുകയല്ല, മഴവെള്ളം അവിടെ കെട്ടിക്കിടക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ശക്തമായ ചൂടും നമുക്ക് എന്തുണ്ടാകും, ഇതിന് തകരാറുണ്ടാക്കും. മണ്ണിലുണ്ടായേക്കാവുന്ന മാലിന്യങ്ങളും ഉപ്പും രാസവസ്തുക്കളും മഴവെള്ളത്തിലൂടെ ഫൗണ്ടേഷനിൽ ചെന്നിറങ്ങി രാസപ്രവർത്തനം നടന്ന് അതിനെ ദുർബലമാക്കും എന്നാണ് പറയുന്നത്. എങ്ങനെയാണ്, ഈ മണ്ണിൽ ഉണ്ടായേക്കാവുന്ന മാലിന്യങ്ങളും ഉപ്പും രാസവസ്തുക്കളും മഴവെള്ളത്തിലൂടെ ഫൗണ്ടേഷനിൽ ചെന്ന് ഇറങ്ങി രാസപ്രവർത്തനം നടന്ന് ഈ നമ്മുടെ ഫൗണ്ടേഷനെ എന്താക്കും, ഫെയിലിയർ ആക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഫൗണ്ടേഷൻ കഴിയുന്നത്ര താഴ്ത്തിയും മഴവെള്ളം ഒഴുക്കിവിടാനുള്ള ഡ്രെയിനേജ് വർദ്ധിപ്പിച്ചും ഫൗണ്ടേഷൻ ശരിയായി മണ്ണിട്ട് മൂടിയും നമുക്കിത് പരിഹരിക്കാനായിട്ട് പറ്റും. അതിൻ്റെ സൊല്യൂഷനും അവരതിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. ഈ ഇത്രയും ഫെയിലിയേഴ്സ് വരുമ്പോൾ, ഒന്നാമത് പറഞ്ഞത് എന്താണ്, സബ്സോയിൽ ഒരേ ഘടന അല്ലാതെ വന്നു കഴിഞ്ഞാൽ അല്ലേ. രണ്ടാമത്തെ എന്താ പറഞ്ഞത്, സബ്സോയിലിൽ ഈർപ്പത്തിൻ്റെ അളവ് വ്യത്യാസപ്പെട്ട് കഴിഞ്ഞാൽ, ഒന്നുകിൽ അത് ഫുള്ള് ഡ്രൈ ആവുകയോ അല്ലെങ്കിൽ ആ ഡ്രൈ ആവുന്ന ആ വെള്ളം അതിൻ്റെ ഈർപ്പം മുകളിലേക്ക് വരികയും ആ പ്രഷറിനെ താങ്ങാനായിട്ട് നമ്മുടെ ഫൗണ്ടേഷന് പറ്റിയില്ലെങ്കിൽ അവിടെ ഫെയിലിയർ ഉണ്ടാവുകയും ചെയ്യുന്നു പറഞ്ഞു. പിന്നെ എന്താണ്, മേസണറി സെറ്റിങ് കറക്റ്റായിട്ട് നടന്നില്ലെങ്കിലും എന്ത് സംഭവിക്കും, ഫെയിലിയർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കെട്ടിടത്തോട് ചേർന്ന മണ്ണിൻ്റെ ഏതെങ്കിലും വശങ്ങളിലേക്കുള്ള നീക്കം ഫൗണ്ടേഷനെ തകരാറുണ്ടാക്കും. കെട്ടിടത്തിൻ്റെ സമീപമുള്ള വൃക്ഷങ്ങളുടെ വേരുകൾ ഫൗണ്ടേഷനടുത്തുള്ള വെള്ളം വലിച്ചെടുക്കുന്നതിനാൽ കെട്ടിടത്തിന് വിള്ളലുകൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മഴവെള്ളവും സൂര്യതാപവും ഫൗണ്ടേഷനെ എന്തുണ്ടാക്കും, തകരാറ് ഉണ്ടാക്കും. മണ്ണിലുണ്ടായേക്കാവുന്ന മാലിന്യങ്ങളും ഉപ്പ് അതുപോലെ ബാക്കിയുള്ള കെമിക്കൽസുകളൊക്കെ മഴവെള്ളത്തിലൂടെ ഒഴുകിയിട്ട് എവിടേക്ക് എത്തും, നമ്മുടെ ഫൗണ്ടേഷനിലേക്ക് എത്തും. അപ്പോൾ അവിടെ എത്തിയത് എന്തെങ്കിലും വല്ല കെമിക്കൽസ് റിയാക്ഷൻസ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ അതും ഫൗണ്ടേഷൻ്റെ ഫെയിലിയറിന് കാരണമാണ്. ഫൗണ്ടേഷൻ കഴിയുന്നത്ര താഴ്ത്തിയും മഴവെള്ളം ഒഴുക്കിവിടാനുള്ള ഡ്രെയിനേജ് വർദ്ധിപ്പിച്ചും ഫൗണ്ടേഷൻ ശരിയായി മണ്ണിട്ട് മൂടി നമുക്കിത് പരിഹരിക്കാനായിട്ട് പറ്റുന്നതാണെന്നാണ് പറയുന്നത് അതിൻ്റെ സൊല്യൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് അത് ഫെയിലിയർ ആവാനുള്ള കോസസ് ഓഫ് ഫെയിലിയർ ഓഫ് ഫൗണ്ടേഷൻ ഫെയിലിയർ ആവാനുള്ള കാരണങ്ങൾ. അതിൻ്റെ മുകളിൽ നമ്മൾ പറഞ്ഞത് എന്താണ്, ഫങ്ഷൻസ് ഓഫ് ഫൗണ്ടേഷൻ്റെ
ഫങ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ബിയറിംഗ് കപ്പാസിറ്റി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് ബിയറിംഗ് കപ്പാസിറ്റിയെ കുറിച്ച്. എന്താണ് ബിയറിംഗ് കപ്പാസിറ്റി? നിർമ്മിക്കപ്പെടുന്ന കെട്ടിടത്തിൻ്റെ ഭാരം പൂർണ്ണമായും താങ്ങേണ്ടത് അടിഭാഗത്തെ മണ്ണാണ്. അതിനാൽ അടിമണ്ണിൻ്റെ ബലവും സ്വഭാവവും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലേ? നമ്മൾ പണിയാൻ പോകുന്ന ബിൽഡിങ്ങിനെ പൂർണ്ണമായും താങ്ങി നിർത്തേണ്ടത് ആ മണ്ണാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ മണ്ണിൻ്റെ ഘടനയും അതിൻ്റെ ഒരു ബിയറിംഗ് കപ്പാസിറ്റി, അത് എത്ര ലോഡ് താങ്ങുന്നു, ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. മണ്ണിൻ്റെ ഘടനയെക്കുറിച്ച് നമുക്കൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ അല്ലെങ്കിൽ ബിയറിംഗ് പവർ ഓഫ് സോയിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. നിർമ്മിക്കപ്പെടുന്ന കെട്ടിടത്തിൻ്റെ ഭാരം പൂർണ്ണമായും നമ്മൾ പറഞ്ഞു അല്ലേ, ഒരു ചതുരശ്ര മീറ്റർ അളവുള്ള മണ്ണിനെ നീങ്ങുകയോ സ്ഥാനമാറ്റം സംഭവിക്കുകയോ ചെയ്യാതെ പരമാവധി താങ്ങാവുന്ന ഭാരത്തെ നമ്മൾ മണ്ണിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ബിയറിംഗ് പവർ എന്ന് പറയുന്നു. അതിൽ ഡെഡ് ലോഡും ലൈവ് ലോഡുമാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് ഒരു യൂണിറ്റ് ഏരിയയിൽ ആ മണ്ണിന് താങ്ങാൻ കഴിയുന്ന അതിൻ്റെ മാക്സിമം ലോഡ്, ആ ലോഡിനെ താങ്ങാൻ കഴിയുന്ന മണ്ണിൻ്റെ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിയറിംഗ് കപ്പാസിറ്റി എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ബിയറിംഗ് പവർ എന്ന് പറയുന്നത്. പരമാവധി ബിയറിംഗ് കപ്പാസിറ്റി വരെ ഭാരം വഹിപ്പിക്കുന്നത് സുരക്ഷിതമല്ലാത്തതിനാൽ പരമാവധി ബിയറിംഗ് കപ്പാസിറ്റിയെ ഒരു സേഫ് ഫാക്ടർ കൊണ്ട് ഹരിച്ച് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഇതിന് എത്ര ന്യൂട്ടൺ, എത്ര ഇതിലാണ് വെയിറ്റ് അതിൽ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ന്യൂട്ടണിലാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അത്ര ന്യൂട്ടണിലാണോ വെയിറ്റ് എടുക്കുന്നത്, അത്രയും സെയിം തന്നെ നമ്മൾ കൊടുക്കൂല അല്ലേ? ഇപ്പോൾ സെയിം ലോഡ് തന്നെ നമ്മൾ കൊടുക്കുമോ? ഇല്ല. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് കൊടുക്കണം. അപ്പോൾ ആ കുറച്ച് കൊടുക്കുക. പരമാവധി ബിയറിംഗ് കപ്പാസിറ്റി വരെ ഭാരം വഹിപ്പിക്കുന്ന സുരക്ഷിതമല്ലാത്തതിനാൽ ആ മാക്സിമത്തിൻ്റെ അത്ര തന്നെ നമ്മൾ കൊടുക്കുന്നത് അത് ആ ബിൽഡിങ്ങിന് സുരക്ഷിതമല്ലാത്തതിനാൽ പരമാവധി ബിയറിംഗ് കപ്പാസിറ്റിയെ ഒരു സേഫ് ഫാക്ടർ വെച്ചിട്ട് നമ്മൾ അതിന് പ്രോബ്ലമൊക്കെ ഉണ്ട്. ഈ ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കുന്ന പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പഠിക്കാനില്ല അതൊന്നും കേട്ടോ. നമ്മളിത് ഇങ്ങനെ ഉണ്ടെന്നുള്ളത് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനൊരു ഒരു ഫാക്ടർ ഒരു കോൺസ്റ്റൻറ്റ് വെക്കില്ല. നമ്മളിപ്പോൾ പൈയുടെ വില 3.14 എന്ന് പറയുന്ന പോലെ നമ്മൾ അങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് വെക്കുകയാണ്. അപ്പോൾ ആ കോൺസ്റ്റൻറ്റിനെ അതായത് സേഫ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടൊരു കോൺസ്റ്റൻറ്റ് നമ്മൾ വെക്കുന്നുണ്ട്. ആ കോൺസ്റ്റൻറ്റ് കൊണ്ട് നമ്മൾ ഹരിച്ചിട്ട്, അതായത് ആ സേഫ് ഫാക്ടർ കൊണ്ട് നമ്മൾ ഹരിച്ചിട്ട് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇതാണ് ബിയറിംഗ് കപ്പാസിറ്റി. സാധാരണ നമ്മൾ ബിൽഡിങ്ങുകളൊക്കെ പണിയുമ്പോൾ അങ്ങനെ വേണം നമ്മൾ ചെയ്യാമെന്നാണ് തിയറിക്കലി പറയുന്നത്. പക്ഷെ നമ്മൾ സാധാരണ ചെറിയ വീടുകളൊക്കെ ചെയ്യുമ്പോൾ ഉറപ്പുള്ള പ്രദേശങ്ങളാണെങ്കിൽ നമ്മളതൊന്നും നോക്കാറില്ല. നമ്മൾ ബെൽറ്റൊക്കെ ഇട്ട് വാർത്തിട്ട് അതങ്ങനെ കൊടുക്കാറാണ് പതിവ്. പക്ഷേ ഇതിങ്ങനെ ഒരു തിയറിയിൽ ഇങ്ങനൊരു സംഭവമുണ്ട്. ചിലപ്പോൾ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്നുണ്ടാവുമായിരിക്കാം, നമുക്കറിയില്ല ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. പക്ഷെ തിയറിക്കലി നമ്മളത് ചെയ്യണം എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി കാണാനുള്ള ഇക്വേഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാൽക്കുലേഷൻസ് കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനില്ല. അപ്പോൾ അത്യാവശ്യം മണ്ണിൻ്റെ സുരക്ഷിതമായ ബിയറിംഗ് കപ്പാസിറ്റിനെ കുറിച്ചിട്ടുള്ളൊരു ഇവിടെ ചെറിയ കളിയിൽ കൊടുത്തിട്ടുണ്ട്. എത്ര ന്യൂട്ടണിൽ തന്നെയാണ് അതിൻ്റെ വെയിറ്റ് പറയുന്നത്. സുരക്ഷിതമായ സേഫ് ബിയറിംഗ് എത്രയാണ്, അതിൻ്റെ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എത്രയാണെന്നുള്ളതാണ് ഓരോ മണ്ണിൻ്റെ ഘടന അനുസരിച്ച് നമ്മളോട് പറയുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. പിന്നെ പറയുന്നത് മണ്ണിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി മെച്ചപ്പെടുത്താനുള്ള രീതികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. മണ്ണിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി മെച്ചപ്പെടുത്തുന്ന രീതികൾ. മെത്തേഡ് ഓഫ് ഇംപ്രൂവിങ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ. ഇനി നമുക്കിപ്പോൾ ആ ബിയറിംഗ് കപ്പാസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ അതിലവിടെ പണിയണം. ആ വർക്ക് നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റ് അവിടെ തന്നെ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടുത്തെ ബിയറിംഗ് കപ്പാസിറ്റി നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. അതിലൊന്നാമത് പറയുന്നതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്രീസിങ് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫൗണ്ടേഷൻ്റെ ഡെപ്ത് നമുക്ക് വർദ്ധിപ്പിക്കാം അല്ലേ? ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് ഇൻക്രീസിങ് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ. നമുക്ക് ഫൗണ്ടേഷൻ്റെ ഡെപ്ത് നമുക്ക് വർദ്ധിപ്പിക്കാം. എന്നാൽ ഇപ്രകാരം ചെയ്യുമ്പോൾ നിർമ്മാണ ചെലവിലും ഫൗണ്ടേഷൻ്റെ ഭാരവും നമുക്ക് വർദ്ധിക്കുന്നുണ്ട്.
രണ്ടാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? മണ്ണിൻ്റെ കാഠിന്യം വർദ്ധിക്കുക, അതായത് കോമ്പാക്ഷൻ ഓഫ് സോയിൽ. സോയിലിൻ്റെ കോമ്പാക്ഷനാണ് പറയുന്നത്. മണ്ണിനെ നമ്മൾ അതായത് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആക്കി മാറ്റുകയാണ്. എങ്ങനെയാണ്? താഴെ പറയുന്ന ഏതെങ്കിലും വിധത്തിൽ മണ്ണിനെ നിബിഡമാക്കി കാഠിന്യം വർദ്ധിപ്പിച്ചാൽ ബിയറിംഗ് കപ്പാസിറ്റി വർദ്ധിക്കുന്നു. അതെങ്ങനെയാണെന്നുള്ളത് അവർ നമ്മോട് പറയുന്നുണ്ട്. എങ്ങനെയാണ് കോമ്പാക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. മണ്ണ് നനച്ച ശേഷം അടിച്ചമർത്തുക. നമ്മളിങ്ങനെ ഇടിമന്തൊക്കെ വെച്ച് അമർത്തണ പോലെ അടിച്ചമർത്തുന്നതിനായിട്ട് നമ്മൾ ഹാൻഡിൽ, റാമറോ വൈബ്രേറ്റിംഗ് റോളറോ ഒക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫൗണ്ടേഷൻ്റെ അടിഭാഗം നനച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇടിച്ച് ഉറപ്പിക്കണം എന്നാണ് പറയുന്നത്. ഏതാണ്ട് 30-45 സെൻറ്റിമീറ്റർ കട്ടിയിൽ ചെറു കല്ലിൻ കഷ്ണങ്ങൾ ഫൗണ്ടേഷനിൽ നിരത്തി അമർത്തുക. കല്ലിൻ കഷ്ണങ്ങൾ മണ്ണിൽ അമർന്നു കഴിഞ്ഞ് പോവുകയാണ്. അതിന്മേൽ വീണ്ടും 15 സെൻറ്റിമീറ്റർ കട്ടിയിൽ കല്ലിൻ കഷ്ണങ്ങൾ നിരത്തി അമർത്തുക. അതാണ്. അതായത് നമ്മൾ ഇതിൽ ഫൗണ്ടേഷൻ്റെ അടിയിൽ വെള്ളം ഒഴിച്ചിട്ട് മണ്ണൊക്കെ ഒന്ന് കുതിർന്ന് ഇങ്ങനെ ഇതായിട്ട് വരില്ല. അപ്പോൾ നന്നായി ഇടിച്ചമർത്തുക. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യാണ്? അതിൽ കുറച്ച് എന്തിടുന്നു? കല്ല് നമ്മൾ ഇടുന്നു. ഈ അതായത് ചെറിയ ചെറിയ കല്ലുകൾ നമ്മൾ ഇട്ടിട്ട് അത് നന്നായിട്ട് ആ മണ്ണിലിട്ടിട്ട് ഇടിച്ച് ഉറപ്പിക്കുകയാണ് ചെയ്യണം. അപ്പോൾ ആ ഏരിയനെ കുറച്ച് നല്ല സ്ട്രെങ്ത് ആക്കി എടുക്കുക എന്നുള്ളതിൽ ഹാമർ വെച്ചിട്ട് നല്ല രീതിയിൽ അടിച്ച് അമർത്തണം. കല്ലും കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ വീണ്ടും നമ്മൾ അതിങ്ങനെ അപ്പോൾ അങ്ങനെ താഴേക്ക് താന്ന് പോലെ നനവുള്ള പ്രദേശമല്ലേ, നനച്ച് കൊടുത്തിട്ടുള്ള സ്ഥലമല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ കല്ല് വെച്ച് അടിക്കുമ്പോൾ താന്ന് പോകും. വീണ്ടും നമ്മൾ അടുത്ത ലെയർ കല്ലിടുന്നു. അതങ്ങനെ കറക്റ്റായിട്ട് ആ ലെവലിൽ നിൽക്കുന്നത് വരെ നമ്മളത് ആ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യണം. മണ്ണ് നന്നായി വെള്ളം ഒഴിച്ചിട്ട് പിന്നെ പറയുന്നത് മണ്ണിന് നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് വെള്ളം ഒഴിച്ച് നനയ്ക്കണം എന്നാണ് പറയുന്നത്. മണ്ണ് നനച്ച ശേഷം വൈബ്രേറ്ററി റോളർ ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാം? നല്ല രീതിയിൽ ഉറപ്പിക്കാം. അങ്ങനെ അത് റോളർ കയറ്റിയിട്ട് മണ്ണിനെ നല്ല രീതിയിൽ അവിടെ അടിച്ച് ഉറപ്പിക്കാം എന്ന് പറയുന്നു. പിന്നെന്താ? ഇത്രയാണ് മണ്ണിൻ്റെ കോമ്പാക്ഷൻ ഓഫ് സോയിൽ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? ഇൻക്രീസിങ് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ. നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഡെപ്ത് വർദ്ധിപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഫൗണ്ടേഷൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി സോയിലിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി നമുക്ക് വർദ്ധിപ്പിക്കാം. രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? കോമ്പാക്ഷൻ ഓഫ് സോയിലാണ്. മണ്ണിനെ നമ്മൾ ഇടിച്ച് പൊടിച്ച് നല്ല രീതിയിൽ നല്ല സ്ട്രെങ്ത് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് എക്സാമ്പിളല്ല, അതിനവർ പറയുന്നതാണ് മണ്ണ് നനച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ അതിനെ അടിച്ചമർത്തുക. എന്നിട്ട് നമുക്ക് റോളർ വൈബ്രേറ്റിംഗ് സംഭവങ്ങളൊക്കെ നമുക്കതിന് യൂസ് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ നമുക്ക് അതിൽ കല്ലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് നന്നായി അടിച്ചമർത്തുക. ഒരു 15 സെൻറ്റിമീറ്റർ ഒരു ലെയറുകളായിട്ടാണ് ഇടുന്നത്. 15 സെൻറ്റിമീറ്റർ ഇട്ടാൽ ഓക്കെ ആവുമെന്നാണ് പറയുന്നത്. കട്ടിൽ കഷ്ണങ്ങളാക്കിയിട്ട് നല്ല രീതിയിൽ അതിനെ അടിച്ചമർത്തിയിട്ട് ആ ഒരു ബേസ്, സബ്സോയിലിൻ്റെ ബേസ് നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും? സ്ട്രോങ് ആക്കി മാറ്റാനായിട്ട് പറ്റും. പിന്നെ മണ്ണ് നന്നായിട്ട് വെള്ളമൊഴിച്ച് നനയ്ക്കാൻ പറയുന്നുണ്ട്. പിന്നെ വേണ്ടത് മണ്ണ് നനച്ച ശേഷം വൈബ്രേറ്റർ റോളർ നമ്മൾ ഉപയോഗിക്കണം. നനച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ വൈബ്രേറ്റർ റോളർ ഉപയോഗിച്ചിട്ട് ആ മണ്ണിനെ നല്ല രീതിയിൽ നല്ല സ്ട്രോങ് ആക്കി അങ്ങനെ അടിച്ചമർത്തുന്നതിന് തുല്യമാണ് ഈ വൈബ്രേറ്റർ റോളർ നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെ ഹൈവേയുടെ പണിയൊക്കെ നടക്കുന്നിടത്ത് നമ്മൾ കാണുന്നുണ്ട് മണ്ണൊക്കെ അവർ ഇതാക്കാൻ വേണ്ടിയിട്ട് ഈ റോളർ വെച്ച് ചെയ്യുന്ന പരിപാടി. അടുത്ത പോയിന്റ് എന്താണ്? അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ അല്ലെ, ഇൻക്രീസിങ് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ. രണ്ടാമത്തെ പോയിന്റ് കോമ്പാക്ഷൻ ഓഫ് സോയിൽ. മൂന്നാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? ഡ്രെയിനേജ് ഓഫ് സോയിൽ. നമ്മൾ സോയിലിന് എന്ത് കൊടുക്കാനാണ് പറയണത്? ഡ്രെയിനേജ് കൊടുക്കാനാണ് പറയണത്. അതായത് മണ്ണിലെ ജലത്തിൻ്റെ അളവ് ബിയറിംഗ് കപ്പാസിറ്റി കുറയ്ക്കാനായിട്ട് ഇടയാക്കുന്നു. അപ്പോൾ ജലം ഒഴുക്കി മാറ്റി ബിയറിംഗ് കപ്പാസിറ്റി നമുക്ക് വർദ്ധിപ്പിക്കാം. അതായത് വെള്ളം നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളം കിട്ടി നിന്നാൽ പ്രശ്നമാണല്ലേ. അപ്പോൾ ആ സബ്സോയിലിൽ വരുന്ന വാട്ടറിനെ ഒഴുക്കി വിടാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ ആ വെള്ളം അവിടെ കെട്ടിക്കിടന്നാൽ ഫെയിലിയർ ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അല്ലേ. അപ്പോൾ സോയിലിൽ നമ്മൾ എന്ത് കൊടുത്തിരിക്കണം? ഡ്രെയിനേജ് നമ്മൾ കൊടുത്തിരിക്കണം. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഇൻക്രീസിങ് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ. രണ്ടാമത്തെ പോയിന്റ് കോമ്പാക്റ്റിംഗ് ദ സോയിൽ. മൂന്നാമത്തെ പോയിന്റ് ഡ്രെയിനേജ് ഓഫ് സോയിൽ. ആ ഡ്രെയിനേജ് കൊടുത്തിരിക്കണം. നാലാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? കൺഫൈനിങ് ദ സോയിൽ. മണ്ണ് വശങ്ങളിലേക്ക് നീങ്ങിപ്പോകുന്നത് ഒഴിവാക്കി തടുത്തു നിർത്തുന്നത് ബിയറിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ മണ്ണ് ഒലിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം?
അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. മണ്ണ് ഒലിച്ച് പോയി കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ്റെ ഇതിലുള്ള മണ്ണൊക്കെ ഒലിച്ച് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക, അതിൻ്റെ ഇത് കുറയൂലേ, ഡ്യൂറബിലിറ്റി കുറയും. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഒലിച്ച് പോകാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ അതുണ്ടെങ്കിൽ ബിയറിംഗ് കപ്പാസിറ്റി കുറച്ചും കൂടി കൂടുതലാണ്. അപ്പോൾ ഒലിച്ച് പോകാതിരിക്കാൻ എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കണം. അടുത്ത പോയിൻ്റ് എന്താണ് പറഞ്ഞത്, ഗ്രൗട്ടിങ്. ചരൽ നിറഞ്ഞ മണ്ണിൽ ഇടവിട്ട് ദ്വാരങ്ങളുണ്ടാക്കി സിമൻറ്റ് ഗ്രൗട്ട് തള്ളി നിറയ്ക്കുന്നത് ബിയറിംഗ് കപ്പാസിറ്റി വർദ്ധിക്കുന്നു. ചരൽ നിറഞ്ഞ മണ്ണിൽ ഇടവിട്ട് ദ്വാരങ്ങൾ ഉണ്ടാക്കിയിട്ട് സിമൻറ്റ് ഗ്രൗട്ട് തള്ളി നിറയ്ക്കുന്നത്. മനസ്സിലായോ? ചരൽ നിറഞ്ഞ മണ്ണിൽ ഇടവിട്ട് ദ്വാരങ്ങൾ ഉണ്ടാക്കി സിമൻറ്റ് ഗ്രൗട്ട് തള്ളി നിറയ്ക്കുന്നത് ബിയറിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നു. സിമൻറ്റ് ഗ്രൗട്ടിന് പകരം പെട്ടെന്ന് ഉറയ്ക്കുന്ന ചില രാസവസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഗ്രൗട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാലോ അല്ലേ, നമ്മൾ സിമൻറ്റിനെ വേസ്റ്റ് പോലെ ആക്കുന്നത്. അപ്പോൾ ഈ ചരൽ നിറഞ്ഞ മണ്ണിലാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ദ്വാരങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഗ്രൗട്ട് നിറച്ച് കൊടുത്തിട്ടും നമ്മൾ എന്ത് ചെയ്യാറുണ്ടെന്ന് പറയണു, സബ്സോയിലിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി നമ്മൾ വർദ്ധിപ്പിക്കാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ബിയറിംഗ് കപ്പാസിറ്റി മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ അതിനെ കൂട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. എത്ര പോയിന്റുകൾ നമ്മൾ പറഞ്ഞു, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കൂ. 5 പോയിന്റുകളുണ്ട്. നമുക്ക് ചോദിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് കേട്ടോ. 5 പോയിന്റുകൾ. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ, രണ്ടാമത്തെ പോയിന്റ് കോമ്പാക്ഷൻ ഓഫ് സോയിൽ, മൂന്നാമത്തെ പോയിന്റ് ഡ്രെയിനേജ് ഓഫ് സോയിൽ, നാലാമത്തെ പോയിന്റ് കൺഫൈനിങ് ദ സോയിൽ, അഞ്ചാമത്തെ പോയിന്റാണ് ഗ്രൗട്ടിങ് എന്ന് പറയുന്നത്. ചിലപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യനിൽ ചോദിക്കാം, നമ്മൾക്ക് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രീതികൾ ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞിട്ട് നമുക്കിത് ബ്രാക്കറ്റിൽ ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ പേരുകൾ അറിഞ്ഞിരിക്കണം. അത് ആ പേരുകൾ വെച്ചിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ഇൻക്രീസിങ് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിക്കുക, ഡെപ്ത് വർദ്ധിപ്പിക്കുക. കോമ്പാക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇടിച്ചമർത്തുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഡ്രെയിനേജ് നമുക്കറിയാം, വെള്ളം ഒഴുക്കിക്കളയാനുള്ള സംവിധാനം. കൺഫൈനിങ് എന്ന് പറഞ്ഞാൽ മണ്ണ് നീങ്ങി പോവാതിരിക്കാനുള്ള സംഭവമാണ്. ഗ്രൗട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ സിമെൻറ്റിനെയാണ് നമ്മൾ ഗ്രൗട്ടായിട്ട് യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ 5 പേരുകൾ വെച്ചിട്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇന്ന് പഠിച്ചത്. എന്തൊക്കെയാണ് നമ്മളിന്ന് പഠിച്ചത്, ഫൗണ്ടേഷൻ്റെ ധർമ്മം എന്താണ്, ഫൗണ്ടേഷൻ എന്ന് പഠിച്ചു, സൂപ്പർ സ്ട്രക്ചർ എന്താണെന്ന് പഠിച്ചു, ഫങ്ഷൻസ് ഓഫ് ഫൗണ്ടേഷൻ പഠിച്ചു, അതുപോലെ തന്നെ കേസസ് ഓഫ് ഫെയിലിയർ ഓഫ് ഫൗണ്ടേഷൻ, എന്തൊക്കെ കാരണങ്ങളാണ് ഫൗണ്ടേഷൻ ഫെയിലിയർ ആവണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ബിയറിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ബിയറിംഗ് പവർ ഓഫ് സോയിൽ എന്താണെന്ന് പറഞ്ഞു. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇതിൽ പറയണത് ബിയറിംഗ് കപ്പാസിറ്റി നിർണ്ണയിക്കുന്ന വിധമാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ ബിയറിംഗ് കപ്പാസിറ്റി ഇങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചില മെത്തേഡുകളുണ്ട്. അതിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണ്, ഫൗണ്ടേഷൻ മെത്തേഡ് ഓഫ് ലോഡിങ് എന്ന് പറയുന്ന മെത്തേഡ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ബിയറിംഗ് കപ്പാസിറ്റി, അതായത് മെത്തേഡ് ഓഫ് ലോഡിങ് എന്നാണ് നമ്മൾ പൊതുവെ പറയാറ്. ഇതെങ്ങനെയാണ് ഈ മെത്തേഡ് നമുക്ക് ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. മണ്ണിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി നിർണ്ണയിക്കാൻ ചില മാർഗ്ഗങ്ങളുണ്ട്. ലോഡിംഗ് മെത്തേഡ് അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് ലോഡിംഗ് താഴെ വിശദീകരിക്കുന്നു. ഈ ഒരു ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന സാധാരണ ഒരു കോമൺ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഈ പറയുന്നത്. 25 മില്ലിമീറ്റർ കുറയാത്ത കനവും 30 സെൻറ്റിമീറ്റർ സമചതുരവുമുള്ള ഒരു സ്റ്റീൽ പ്ലേറ്റിൽ ലോഡ് നൽകിയാണ് നമ്മൾ ബിയറിംഗ് കപ്പാസിറ്റി നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് അല്ലെങ്കിൽ ഒരു ഘടകം എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്റ്റീൽ റോഡാണ്. ഈ സ്റ്റീൽ റോഡിൽ നമ്മൾ എന്താണ് 25 മില്ലിമീറ്റർ കുറയാത്ത അതിൻ്റെ കനവും 30 സെൻറ്റിമീറ്റർ സമചതുരവുമായിട്ടുള്ള ഒരു സ്റ്റീൽ പ്ലേറ്റിൽ ാണ് നമ്മൾ ലോഡ് നൽകിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിയറിംഗ് കപ്പാസിറ്റി നിർണ്ണയിക്കുന്നത്. ഇതിനായി മുകളിലെ പ്ലാറ്റ്ഫോമിൽ മണൽ നിറച്ച ചാക്കുകൾ നമ്മൾ അട്ടിയിടുന്നു. നിലത്ത് സ്റ്റീൽ പ്ലേറ്റിൻ്റെ വശത്തിൻ്റെ 5 ഇരട്ടി വലുപ്പത്തിലുള്ള ഒരു സമചതുരാകൃതിയിലുള്ള ഒരു കുഴി ഉണ്ടാക്കുക. കുഴിയുടെ മധ്യഭാഗത്ത് സ്റ്റീൽ പ്ലേറ്റ് വെച്ച് അമർത്തി വെച്ച് അതിന് മുകളിൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക. പ്ലാറ്റ്ഫോമിൽ മണൽച്ചാക്കുകൾ ലോഡ് ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്ലേറ്റിൻ്റെ താഴോട്ടുള്ള നീക്കം നിൽക്കുന്നത് വരെ ലോഡിങ് തുടരുക. അതിനുശേഷം ഈ പ്രത്യേക ലോഡ് നമ്മൾ നിറയ്ക്കുക എന്നുള്ളതാണ്. അതായത് മണ്ണിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ ഉള്ളത് കൂടിയ ലോഡ് ബൈ പ്ലേറ്റിൻ്റെ വിസ്തീർണം എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മെത്തേഡ് ഓഫ് ലോഡിങ് എന്ന് പറയുന്ന സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, നമുക്കൊരു കുഴി വേണമല്ലേ, നമ്മൾ ഒരു കുഴി നമ്മൾ ഉണ്ടാക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റീൽ പ്ലേറ്റാണ് ഇതിൽ പ്രധാന ഘടകം എന്ന് പറയുന്നത്.
ആ സ്റ്റീൽ പ്ലേറ്റിൻ്റെ സൈസ് നമ്മളോട് പറയുന്നുണ്ട്. 25 മില്ലിമീറ്റർ കുറയാത്ത കനവും 30 സെൻറ്റിമീറ്റർ സമചതുരവുമുള്ള ഒരു സ്റ്റീൽ പ്ലേറ്റ് അല്ലേ. അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 25 മില്ലിമീറ്റർ ആണ്. അതായത് 2.5 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. 30 സെൻറ്റിമീറ്റർ സമചതുരവുമുള്ള ഒരു സ്റ്റീൽ പ്ലേറ്റ് ആണ്. 30 സെൻറ്റിമീറ്റർ സമചതുരത്തിലുള്ള ഒരു സ്റ്റീൽ പ്ലേറ്റ് ആണ്. ആ പ്ലേറ്റ് ആണ് ഇതിൽ നല്ല ഡാർക്ക് കളറായിട്ട് താഴെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് കൊടുക്കണം? അതിന് മുകളിലായിട്ട് നമ്മൾ പ്ലാറ്റ്ഫോം ഒരു പില്ലർ പോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മണൽ സാൻഡ് ബാഗുകൾ, ഒരു സ്റ്റീൽ ജോയിസ്റ്റൊക്കെ കൊടുക്കേണ്ട ഐ സെക്ഷൻ പോലെ നമ്മൾ കൊടുത്ത് അതിൻ്റെ മുകളിൽ നമ്മൾ ലോഡ് കൊടുക്കുകയാണ് മണൽ ചാക്കുകൾ വെച്ചിട്ട്. അപ്പോൾ ഇത് എന്താ ഉണ്ടാവുക? ഈ സ്റ്റീൽ പ്ലേറ്റ് താഴേക്ക് ലോഡ് കൂടുമ്പോൾ ഈ മണ്ണിന് അത് താങ്ങാൻ പറ്റാണ്ട് വരുന്ന സമയത്ത് ഒരു 30 സെൻറ്റിമീറ്ററിൻ്റെ സമചതുരം എന്ന് പറഞ്ഞാൽ ഒരടിയുടെ ഒരു സ്ക്വയർ അല്ലേ, ഒരടി സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമോ. അപ്പോൾ ആ ഇതിൽ ലോഡ് വരുന്നതനുസരിച്ച് താങ്ങാൻ പറ്റാണ്ടാകുമ്പോൾ ഈ പ്ലേറ്റ് എന്ത് പോകും? താഴേക്ക് ഇറങ്ങി പോവും. അപ്പോൾ അത് മാക്സിമം എത്രത്തോളം പോവും എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മളതിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതൊരു മെത്തേഡ് മാത്രമാണ്. എന്ത് ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കാനുള്ള സാധാരണ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതല്ലാതെ നമുക്ക് പിന്നെയും നമുക്ക് ഒരുപാട് മെത്തേഡുകൾ നമുക്കിതിലുണ്ട്. പക്ഷെ നമ്മൾ പഠിക്കുന്നത് മെത്തേഡ് ഓഫ് ലോഡിങ് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് അത്രയേ ഉള്ളൂ. ഇതിനൊരു കുഴി ഉണ്ടാക്കുന്നു. അതിൻ്റെ അടിയിൽ നമ്മൾ ഒരടിയുടെ സൈസിലുള്ള 25 മില്ലിമീറ്റർ തിക്നെസ് ഉള്ള ഒരു സ്റ്റീൽ പ്ലേറ്റ് വയ്ക്കുന്നു. അതിന് മുകളിലൊരു പില്ലർ വെച്ചിട്ട് നമ്മളതിനെ ലോഡ് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ലോഡ് കൊടുക്കുന്നു. മാക്സിമം ലോഡ് കൊടുക്കുമ്പോൾ താങ്ങാൻ പറ്റാണ്ടാകുമ്പോൾ സ്റ്റീൽ പ്ലേറ്റ് താഴേക്ക് പോവുകയും അത് എത്ര ലോഡ് വയ്ക്കും എന്നാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അത്രയും ചാക്കുകൾ നമ്മൾ കയറ്റി വെച്ചുകൊണ്ടേയിരിക്കും. അത് അതിൻ്റെ മാക്സിമം ഹാർഡ് സ്ട്രാറ്റ് എത്തുമ്പോൾ പിന്നെ ആ സ്റ്റീൽ പ്ലേറ്റ് അവിടെ ആവും. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതുവരെ എത്തി നിർത്താം അല്ലേ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ് ഓർത്ത് വയ്ക്കണം കേട്ടോ. ഇനി ഇവിടെ നിങ്ങോട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ഓർത്തോർത്ത് പോണേ. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ബിൽഡിങ്ങിൻ്റെ പാർട്സുകൾ നമ്മൾ പഠിച്ചു. പിന്നെ ഫംഗ്ഷൻ പഠിച്ചു. ഫൗണ്ടേഷൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു. ഫൗണ്ടേഷൻ്റെ ഫെയിലിയർ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ ബിയറിംഗ് കപ്പാസിറ്റി എന്താണെന്ന് പറഞ്ഞു. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? ആ ബിയറിംഗ് കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? മണ്ണിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ഓഫ് ലോഡിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തത്. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്.